രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ കേസിന്റെ വിവരം പോലീസ് സ്പീക്കറെ അറിയിക്കും. ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ സ്പീക്കറുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകും. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് പോലീസിന്റെ ഈ നീക്കം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയാണ്. അപ്പോൾ തുടർന്നുള്ള നടപടികൾക്ക് സ്പീക്കറുടെ അനുമതി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഇനി സ്പീക്കറെ അറിയിക്കാൻ പോകുന്നത്? എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? അനന്തൻ. പ്രജീഷ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നിലവിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സമീപകാലത്തുണ്ടായ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിലായി ലഭിച്ച 10 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ചെയ്തത്. ക്രൈംബ്രാഞ്ച് DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഇപ്പോൾ ഈ പരാതി നൽകിയ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരാതി നൽകിയ വ്യക്തി അടക്കം മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി ആണ് സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുക. നിലവിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണെന്ന് ഔദ്യോഗികമായി ഇന്ന് ക്രൈംബ്രാഞ്ച് സ്പീക്കറെ അറിയിക്കും. ഇന്ന് തന്നെ അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. ഈ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന FIR, അതിനൊപ്പം തന്നെ നിലവിൽ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് സഹിതമാകും ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കമാകും റിപ്പോർട്ട് സ്പീക്കറുടെ ഓഫീസിൽ ഇന്ന് എത്തിക്കുക. ഏതായാലും അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. അതിനു മുൻപ് നടപടിക്രമത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സ്പീക്കറെ, ഒരു MLA കൂടി പ്രതിയാണ് എന്ന് സ്പീക്കറെ അറിയിക്കുന്നത്. ഏതായാലും മറ്റ് അന്വേഷണമൊക്കെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ടത്. പ്രജീഷ്. അനന്തൻ, ഈ സഭാ പനഞ്ചതിന് തുടങ്ങുമ്പോൾ അവിടേക്ക് MLA എത്തിക്കാനുള്ള നീക്കം ചരടുവലിയൊക്കെ നടത്തുന്നു കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകാവുന്ന പോർവിളികൾ സഭാതലത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്പീക്കറെ കൂടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അതിന് മുൻപ് നടപടിക്രമം എന്നതിന്റെ ഭാഗമായി കൂടി വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ക്രൈംബ്രാഞ്ചിന്റെ ഈ നീക്കവും സർക്കാർ സ്പീക്കർ ഇക്കാര്യത്തിൽ ഇനി എടുക്കാൻ പോകുന്ന നിലപാട് സംബന്ധിച്ചൊക്കെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷം ഇടതുമുന്നണി വലിയ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയ ആക്രമണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിപക്ഷം നേരിടും എന്നുള്ളതാണ് കാണാനുള്ളത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തതോടുകൂടി നിയമസഭാ സമ്മേളനം അടുത്ത ആഴ്ച ആരംഭിക്കുമ്പോൾ ആ സമ്മേളനം കലുഷിതമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുവരെ ഈ ആരോപണങ്ങൾ വന്ന് ഈ കേസെടുത്ത നടപടികൾ ആരംഭിച്ച് ഇതിന് ശേഷം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്ത് ഇറങ്ങിയിട്ടില്ല. പാലക്കാട് MLA ആണെങ്കിലും മണ്ഡലത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ CPMന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാകാം MLA പുറത്ത് പോകാതെ വീട്ടിൽ തന്നെ തുടരുകയും ചെയ്യുന്നത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന് പ്രത്യേകം അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി, നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണപക്ഷത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും UDF അംഗങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കും.